Hi friends, it's me Arun. Welcome to the chemistry class. Now we are going to discuss about the third chapter in this session, that is redox reactions and rate of reaction. Okay. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കാല് വെച്ച് കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ വളരെ ഗംഭീരം അല്ലേ അടിപൊളിയായിട്ട് എന്തായിട്ടുണ്ട് തീർത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞാൽ പോരാ, അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ പറയണമെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്നും അത് കേട്ട് മനസ്സിലായി അതിൻ്റെ നോട്ടുകൾ നിങ്ങൾ എഴുതിയെടുത്തെന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അപ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, എനിക്ക് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, പിന്നെ വർക്കൗട്ട് ചെയ്യുക അല്ലേ. നമ്മളതിലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ അത് 100% എന്താവുള്ളൂ, പെർഫെക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല. മീൻസ് ടീച്ചേഴ്സ് വയ്യ നടക്കുന്നില്ല അല്ലേ, പഠിക്കുന്നോ അല്ലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ആരും വയ്യ നടക്കുന്നില്ല. അപ്പോൾ ഉഴപ്പാനുള്ള എല്ലാ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഉഴപ്പുന്നതിൻ്റെ ഒരു പരിണിത ഫലം അനുഭവിക്കുക അവസാനം പരീക്ഷ എത്തുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെയിനൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയം തന്നെ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു കളയുക. ഓക്കെ, എന്നിട്ട് നോട്ട് എഴുതി എടുത്തിട്ട് അത് ഓരോ ദിവസവും എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അത് കെമിസ്ട്രി എന്നുള്ളതല്ല, ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിയില്ല, ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ട, അത് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലേ. ഈ ചാപ്റ്റർ സൂചിപ്പിക്കുന്ന പോലെ 2 സെഷൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ സെഷൻ റിഡോക്സ് റിയാക്ഷനും പിന്നെ റിയാക്ഷൻസിൻ്റെ റേറ്റും. ഓക്കെ, കേൾക്കുമ്പോൾ പേടിച്ചു പോകും. റിഡോക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇതുവരെ കേൾക്കാത്തൊരു വേർഡൊക്കെയാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്താണ് റിയാക്ഷൻസ് എന്നറിയണം. എന്താണ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, യെസ്, നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആറ്റംസ്, അല്ലെങ്കിൽ ഒരുപാട് മോളിക്യൂൾസ്, പോട്ടെ ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസുകളൊക്കെ കുറേ കാലം അങ്ങനെ നിൽക്കും അല്ലേ. എന്നിട്ടോ മറ്റു പലരുമായിട്ട് അവരെന്ത് ചെയ്യും, കൂടിച്ചേർന്നിട്ടോ പുതിയ സബ്സ്റ്റൻസുകളായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ, ഇപ്പോൾ സപ്പോസ് ആളാരാ, മെഗ്നീഷ്യം ആണെന്ന് വിചാരിച്ചോ. വളരെ മെഗ്നീഷ്യം അല്ലേ. മെഗ്നീഷ്യം ഇങ്ങനെ കുറേ കാലം എക്സിസ്റ്റ് ചെയ്തിട്ട് അയാൾ ആരായിട്ട് കൂടിച്ചേരും, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ. അപ്പോൾ മെഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ട് ഏതാ, MgO ആണ്. MgO, മെഗ്നീഷ്യം ഓക്സിജൻ. അപ്പം നോക്കിയ മക്കളെ, മെഗ്നീഷ്യം അല്ലേ അതൊരു സബ്സ്റ്റൻസ് ആണ്, ഓക്സിജൻ മറ്റൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ 2 സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നു, മെഗ്നീഷ്യത്തിൻ്റെയോ ഓക്സിജൻ്റെയോ സ്വഭാവമല്ലാത്ത പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന 2 അതിലധികമോ സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന സച്ച് റിയാക്ഷൻ ഈസ് കോൾഡ് കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക നമ്മൾ, കെമിക്കൽ റിയാക്ഷൻസ്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ വാട്ട് യു മീൻ ബൈ കെമിക്കൽ റിയാക്ഷൻ? ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more substance combine to form new compounds. Okay, such reactions are called chemical reaction. സബ്സ്റ്റൻസിലെ ആ സബ്സ്റ്റൻസിന് ഈ എക്സിസ്റ്റ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ സ്വഭാവ ഗുണങ്ങൾ യാതൊന്നും ഉണ്ടാവില്ല. പുതിയൊരു സ്വഭാവവും പുതിയൊരു ക്യാരക്ടറൊക്കെയാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനിൽ നോക്കിയ മക്കളെ, മഗ്നീഷ്യവും ഓക്സിജനാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തത്. ഇങ്ങനെ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരാണോ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തത് ആരാണോ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്റ്റൻസ്. എന്താ വിളിക്കുക, റിയാക്റ്റൻസ്. ശ്രദ്ധിക്കണേ, റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്, മെഗ്നീഷ്യവും ഓക്സിജനും അല്ലേ. ഈ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടായത്, മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായത്. അപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. ഓക്കെ, സോ ദസ് ഫോംഡ് മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ്. എന്താ വിളിക്കുക, പ്രൊഡക്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ 2 ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന് റിയാക്റ്റൻ്റെ സൈഡും മറ്റൊന്ന് ഏതാണ്, പ്രൊഡക്റ്റിൻ്റെ സൈഡും. ഓക്കെ, വളരെ എളുപ്പമാണ്. എന്താ റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ, ആരാണോ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്, റിയാക്റ്റൻസ്. ഓക്കെ, ആരാണോ കെമിക്കൽ റിയാക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. എന്തായി മാറുന്ന റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്ന
that change അല്ലെങ്കിൽ that transformation അല്ലെങ്കിൽ that reaction is called chemical reaction. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം ഓക്സിജൻ കമ്പൈൻ ചെയ്താറുണ്ടാവുന്നു, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. ഇത് സാധാരണ നമ്മൾ വലിച്ചു വാരിയിട്ട് മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം മഗ്നീഷ്യം ഓക്സൈഡ് എന്നല്ല എഴുതാറുള്ളത്. അല്ലെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരുക്കി എഴുതും. മഗ്നീഷ്യത്തിന് പകരം Mg എഴുതും, ഓക്സിജന് പകരം O2 എന്ന് എഴുതും, മഗ്നീഷ്യം ഓക്സൈഡിന് പകരം മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് ഇങ്ങനെ എഴുതും. ഓക്കെ, അതിനെ കൂടി ചേർന്നിട്ട് ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരോ മാർക്ക് കൊടുക്കും. ഈ ഏരോ മാർക്ക് നമ്മൾ വിളിക്കുക ഗീവ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഗീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഡിനോമിനേഷനാണ് നമ്മൾ എന്ത് ചെയ്തത് ഡെപ്പിക്റ്റ് ചെയ്താണ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വേഷൻ. എന്താ വിളിക്കുക? കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഒരു കെമിക്കൽ ഇക്വേഷൻ ഉണ്ടായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? ഓർത്ത് വെക്കോ. അപ്പോൾ വാട്ട് യു മീൻ ബൈ കെമിക്കൽ റിയാക്ഷൻ? ഇറ്റ് ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് എ റിയാക്ടൻ കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ്. ക്ലിയർ ആയല്ലോ? ആരാ റിയാക്ടൻ? ദ സബ്സ്റ്റൻസ് വിച്ച് ഇസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്ടൻസ് ആൻഡ് ദ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ആ റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? ചുരുക്കി എഴുതുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? കെമിക്കൽ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. ഇപ്പം നമ്മൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നും എന്താണ് കെമിക്കൽ ഇക്വേഷൻ എന്നും എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് എന്താണ്? ലോ ഓഫ് മാസ് കൺസർവേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു റിയാക്ഷനിൽ കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആരുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് ആരുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു. അപ്പോൾ പറ മക്കളെ, ഇതിലുള്ള റിയാക്ടൻസ് ആരൊക്കെയാണ്? ഇതിലുള്ള പ്രൊഡക്ട്സ് ആരൊക്കെയാണ്? പറ, ആരൊക്കെയാണ് റിയാക്ടൻസ്? കാർബണും ഓക്സിജനും. ദീസ് ആർ ദ റിയാക്ടൻസ്. ആരാ ഇവിടുത്തെ പ്രൊഡക്റ്റ്? കാർബൺ ഡയോക്സൈഡ് ഈസ് ദ പ്രൊഡക്റ്റ്. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഇസ് ദ റിയാക്ടൻ സൈഡ് ആൻഡ് ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് സൈഡ്. ക്ലിയർ? യെസ്. അപ്പം നോക്കിയാൽ ഈ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ റിയാക്ടൻസിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും കൺസേർവ്ഡ് ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. എന്ത് കൺസേർവ്ഡ് ആണോ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ടൻസ് പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ അവിടെ മാസിന് എന്തെങ്കിലും മാറ്റം വരുമോ? മാസ് കുറയുകയോ കൂടുകയോ ചെയ്യുമോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന കാർബണിൻ്റെ മാസ് 12 ആണ്. 12 ഗ്രാമാണ് കാർബൺ. ഓക്കെ, കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. ഓക്സിജൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 32 ഗ്രാമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് 32 ഗ്രാം വന്നത്? ഓക്സിജൻ്റെ സാധാരണ അറ്റോമിക് മാസ് 16 ആണ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ടാണ് എത്ര വന്നത്? 2 × 16 32 ഗ്രാം വന്നത്. ഓക്കെ, അപ്പോൾ 12 ഗ്രാം കാർബണും 32 ഗ്രാം ആരാണ്? ഓക്സിജനാണ് ഇവിടെ കമ്പൈൻ ചെയ്തത്. അപ്പോൾ ടോട്ടൽ എത്ര കമ്പൈൻ ചെയ്തു മക്കളെ? 12 + 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 ഗ്രാം ടോട്ടൽ എന്തുണ്ട്? റിയാക്ടൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ റിയാക്ടൻസിൻ്റെ മാസ് എത്രയാണ്? 44 ഗ്രാം തന്നെയാണ്. ഓക്കെ, ഇവർ പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ ആ മാസിൽ എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? ആരാ മക്കൾ ഇവിടുത്തെ ഉണ്ടായ പ്രൊഡക്റ്റ്? കാർബൺ ഡയോക്സൈഡ് അല്ലേ? എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 കാർബൺ. സോ മാസ് ഈസ് 12 അല്ലേ? എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ? 2 ഓക്സിജൻ. അപ്പോൾ 2 × 16 എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെയാണ്? 32 തന്നെയാണ്. രണ്ടും കൂടി കൂട്ടി എത്രയാണ് മക്കളെ കിട്ടുക? 44 ഗ്രാം. അപ്പം നോക്കിയ മക്കളെ, പ്രൊഡക്റ്റിൻ്റെ മാസും എത്ര തന്നെയാണ്? 44 തന്നെയാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ മുമ്പ് റിയാക്ടൻസിൻ്റെ മാസ് എത്രയാണോ അത് തന്നെയാണ് റിയാക്ഷന് ശേഷവും പ്രൊഡക്റ്റിൻ്റെ മാസ്. ദാറ്റ് മീൻസ് ദ മാസ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ മാസ് കൂടുകയോ കുറയോ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് nor be destroyed. Okay, and that law is called law of conservation of mass. So what do you mean by law of conservation of mass? During a chemical reaction, mass can neither be created nor be destroyed. മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഇതേപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കും ഫിസിക്സിൽ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അവിടെ എനർജിക്ക് പകരം അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മാസ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത്, ഈ ലോ പുട്ട് ഫോർവേഡ് ചെയ്ത് ആരെന്നറിയോ? ആ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് അന്റോയിൻ ലവോസിയെ. ആരാണ്? അന്റോയിൻ ലവോസിയെ.
ഓക്കെ. ആൻറ്റോയിൻ ലവോസിയർ എന്ന സയൻറ്റിസ്റ്റ് ആണ് ഏത് ലോ ഫോർവേഡ് ചെയ്തത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. ഇപ്പം നമ്മൾ ഒരു ഇക്വേഷൻ എന്താണെന്നും ആ ഇക്വേഷനിലുള്ള മാസ് കൺസേർവ്ഡ് ആണോ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു പുതിയൊരു സെഷനിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ബാലൻസിങ് ഓഫ് എൻ ഇക്വേഷൻ അല്ലേ. ഈ മാസ് കൺസർവേഷൻ എന്നുള്ളത് ഈ നമ്മളീ പറഞ്ഞതിന് മാത്രമല്ല കേട്ടോ, ഏത് കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ കെമിക്കൽ റിയാക്ഷനിലൊക്കെ റിയാക്റ്റൻസിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് മാസ് ഈസ് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ. ഇനി നോക്കിയാൽ എന്താണ് നമ്മൾ അടുത്തിലേക്ക് പോകുന്നത്? ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യും. എന്താ ഇക്വേഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബാലൻസ് ചെയ്യാൻ സാധാരണ എന്താ അല്ലേ? ഇപ്പോൾ നമ്മൾ സീസോ ഒക്കെ എടുക്കുക, സീസോ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സീസോൻ്റെ രണ്ട് ഭാഗം എന്താവണം? ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം മീൻസ് എന്താ? രണ്ട് ഭാഗവും ഒരേ വെയിറ്റ് ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു ഇക്വേഷൻ എപ്പോഴും മാസ് വൈസ് എന്താണ്? കൺസേർവ്ഡ് ആണ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണ്? ഒരു ഇക്വേഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിലെ നമ്പർ ഓഫ് ആറ്റംസ് രണ്ട് സൈഡിലും എന്താണ്? ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മക്കളെ ഇപ്പം നോക്കിയോ, ഞാനൊരു ഇക്വേഷൻ എഴുതി, ഇതാ C+O2 ഗീവ്സ് ആരാ? CO2. നമ്മൾ നേരത്തെ എഴുതിയത്. മറ്റൊരു ഇക്വേഷൻ എഴുതുന്നു Mg+O2 ഗീവ്സ് ആരാ? MgO. ഓക്കെ. രണ്ട് ഇക്വേഷനാണ്. ഒന്നാരാണ് കാർബൺ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. രണ്ടാമത് എന്താണ്? മഗ്നീഷ്യം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു അല്ലേ. ഈ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മഗ്നീഷ്യം റിബൺ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുക? ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുക. ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ സാധാരണ ഏതൊരാളും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കത്തിപ്പോവുക, ബേൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യം കത്തുകയാണെങ്കിൽ ആരുണ്ടാവുക? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യത്തിൻ്റെ ഒരു വെളുത്ത പൊടിയാണ് ഉണ്ടാവുക. ആ വെളുത്ത പൊടിക്ക് മഗ്നീഷ്യത്തിൻ്റെയോ ഓക്സിജൻ്റെ സ്വഭാവമാണ് ഉണ്ടാവുക? അല്ല, അതൊരു പുതിയൊരു കോമ്പൗണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിനെ എന്ത് നമ്മൾ വിളിക്കുന്നത്? റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നതും മറ്റൊന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നതും. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ മാസ് എന്താണെന്ന് പറഞ്ഞതാണ്? കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞതാണ്. ഇനി ഇതിൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് ആണോ നോക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തറിയോ? ഓരോ ആറ്റത്തിൻ്റെ, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത റിയാക്റ്റൻസിൻ്റെ ആറ്റത്തിൻ്റെ എണ്ണം റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എന്താണ്? ഈക്വൽ ആക്കുക. എന്താണ്? നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും എന്താക്കുക? ഈക്വൽ ആക്കുക. ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, ആദ്യത്തെ ആളാരാ? കാർബൺ ആണ്. കാർബണിൻ്റെ എത്ര ആറ്റം ഉണ്ട് മക്കളെ? അല്ലേ, ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ. ദർ ഇസ് ഓൺലി 1 കാർബൺ ആറ്റം. അപ്പുറത്തെ സൈഡിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? ഒന്നാണുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലും കാർബണിൻ്റെ ആറ്റംസ് എന്താണ്? സെയിം ആണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇത് രണ്ട് സൈഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത് റിയാക്റ്റൻ സൈഡാണ്, ഇത് ഏതാണ്? പ്രൊഡക്റ്റ് സൈഡാണ്. ഓക്കെ. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ കാർബണിൻ്റെ എണ്ണം 1 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഓക്കെ. ഇനി ഓക്സിജൻ എണ്ണം നോക്കിയേ. ഓക്സിജൻ എണ്ണം റിയാക്ഷനിൽ എത്രയാണ്? 2 ആണ് അല്ലേ. പ്രൊഡക്റ്റ് സൈഡിൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെയും 2, ഇവിടെയും 2. അപ്പോൾ നോക്കിയ മക്കളെ, റിയാക്ഷൻ സൈഡിൽ ഓക്സിജൻ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിൽ ഓക്സിജൻ എണ്ണവും എന്താണ്? സെയിം ആണ്. അപ്പം നമ്മൾ പറയും ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. എന്താണ് ഇക്വേഷൻ? എന്താണെന്ന് പറയും നമുക്ക്? ബാലൻസ്ഡ് ആണെന്ന് പറയും. അല്ലെങ്കിൽ സച്ച് ഇക്വേഷൻസ് ആർ കോൾഡ് സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ. എന്താ സ്റ്റോഷിയോമെട്രിക് എന്ന് പറഞ്ഞ അർത്ഥം? ആ ഇക്വേഷൻ എന്താണ്? ബാലൻസ്ഡ് ആണ്. അതായത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ. എന്നാൽ അടുത്തൊരു ഇക്വേഷൻ നോക്കി നിങ്ങൾ അല്ലേ. ആരാണ്? മഗ്നീഷ്യം. ഈ സൈഡിൽ, ആ സൈഡിലും ആരുണ്ട്? മഗ്നീഷ്യം ഉണ്ട് അല്ലേ. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ എണ്ണം 1. അപ്പോൾ മഗ്നീഷ്യം എന്താണ്? ഈക്വൽ ആണ്. ഇനി ഓക്സിജൻ ചെക്ക് ചെയ്തേക്ക്. ഓക്സിജൻ എണ്ണം എത്രയാണ്? 2 ആണ്. എന്നാൽ ഇവിടെയോ 1 ആണ് അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം സെയിം ആണോ? അല്ല. അപ്പോൾ ഈ ഇക്വേഷൻ എന്തല്ല? ബാലൻസ്ഡ് അല്ല. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കൂ? സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കൂ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് സ്റ്റോഷിയോമെട്രിക്. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ? ബാലൻസ്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ബാലൻസിങ് ഓഫ് ആൻ ഇക്വേഷൻ. ഓക്കെ. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുക, അതായത് ബാലൻസ് ആവാത്ത ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കിയിട്ട് ബാലൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടോ നോക്കുക. ആരുണ്ടോ നോക്കുക? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടോ നോക്കുക.
ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും ആദ്യം എന്ത് ചെയ്യാൻ പാടില്ല, ബാലൻസ് ചെയ്യാൻ പാടില്ല. അവരൊഴിച്ച് ബാക്കിയുള്ള ആൾക്കാരെന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. നോക്കിയേ, ഈ ഒരു ഇക്വേഷനിൽ ഓക്സിജൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യണ്ട, ആദ്യം ബാലൻസ് ചെയ്യേണ്ട, അതൊഴിച്ച് ബാക്കിയുള്ള ആരാ, മഗ്നീഷ്യം. അപ്പോൾ ആദ്യം ആരാ ബാലൻസ് ചെയ്യുക, മഗ്നീഷ്യത്തിന് ബാലൻസ് ചെയ്യുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, മഗ്നീഷ്യത്തിന് എണ്ണം എത്രയാ, 1. അപ്പുറം എത്രയാ, 1. അപ്പോൾ മഗ്നീഷ്യം ഓൾറെഡി എന്താണ്, ബാലൻസ്ഡാണ്, ബാലൻസ് ചെയ്യാൻ പോകണ്ട. ഇനി അടുത്ത ആരാള്, ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഓക്കെ, നോക്കിയേ, ഓക്സിജൻ എണ്ണം എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പുറം 1 ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെയാണ് ഓക്സിജൻ്റെ എണ്ണം കുറവുള്ളത്. എവിടെയാണോ കുറവുള്ളത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മാഷെ എനിക്കിവിടെ 2 തന്നെ എഴുതിയാൽ പോരെ. അപ്പോൾ MgO2 എന്നായി പോലെ, ആള് മാറിയില്ലേ. നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പഠിച്ചതാണ്. അപ്പം നമ്മൾ എഴുതിയതാ MgO2 നല്ല എഴുതിയത്, എന്താ എഴുതിയേ, MgO എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ 2 ഇടാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ ഒരിക്കലും അടിഭാഗത്ത് നമ്മൾ കുറവുള്ളത് സംഖ്യ എന്ത് ചെയ്യാൻ പാടില്ല, ചേർക്കാൻ പാടില്ല. ഓക്കെ, അത് അത്ര തന്നെ പാടുള്ളൂ, 1 പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദ്യം, എങ്ങനെ ഇവിടെ ഓക്സിജൻ്റെ എണ്ണം 2 എണ്ണം ആക്കും. നോക്കിയേ, ഒരു മഗ്നീഷ്യം ഓക്സൈഡിലും ഒരു ഓക്സിജനല്ലേ ഉള്ളൂ, അത് എത്ര എണ്ണാക്കണം, 2 എണ്ണാക്കണം. അപ്പോൾ 2 മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കിയാൽ പോരെ. അതായത് എത്രയാണോ കുറവുള്ളത് അതിനെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ പറയുക, ഇവിടെ ഒരു ഓക്സിജൻ ആണുള്ളത്, ആ ഒരു ഓക്സിജൻ എത്രയാക്കണം, 2 ആക്കണം. ഒരു ഓക്സിജനെ 2 ആക്കണമെങ്കിൽ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ ഇവിടെ എഴുതുക. ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എഴുതുന്ന സംഖ്യന നമ്മളൊരു പേര് വിളിക്കും, ദാറ്റ് ഈസ് കോൾഡ് കോയിഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, കോയിഫിഷ്യൻ. ആ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, കോയിഫിഷ്യൻ. ഓക്കെ, സോ ഹിയർ 2 ഈസ് ദ കോയിഫിഷ്യൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിവിടെ 2 എഴുതിയപ്പോൾ എത്ര ഓക്സിജനായി, 2 × 1 2 ഓക്സിജനായി. പക്ഷേ ഈ എഴുതിയ 2 ആര് കൂടി ബാധകമാണെന്നറിയോ, ഈ മഗ്നീഷ്യത്തിനോട് എന്താണ്, ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്ന സംഖ്യ ഇവിടെ ആരൊക്കെ ഉണ്ടോ ആ എല്ലാ എലമെൻറ്റിനും എന്താണ്, ബാധകമാണ്. അപ്പോൾ ഇവിടെ എത്ര മഗ്നീഷ്യമായി മക്കളെ, 2 മഗ്നീഷ്യം. നേരത്തെ നമ്മൾ മഗ്നീഷ്യം ബാലൻസ് ചെയ്ത് വെച്ചല്ലേ, ഇപ്പോൾ മഗ്നീഷ്യം എന്തായി, ഇടങ്ങാറായി. ഓക്കെ, ഓക്സിജൻ എത്ര എണ്ണായി, 2 എണ്ണായി. ശരിയല്ലേ. അപ്പോൾ ഓക്സിജൻ ബാലൻസ് ആയപ്പോൾ ആരിടങ്ങാറായി, മഗ്നീഷ്യം. ഒന്നുമില്ല, ഇവിടെ 2 മഗ്നീഷ്യം, ഇവിടെ എത്ര മഗ്നീഷ്യം, 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാക്കണം, 2 ആക്കണം. അപ്പോൾ ഇവിടെ 2 എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇവിടെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം എത്ര എണ്ണായി, 2 × 1 2. അപ്പം നോക്കിയേ, എത്ര മഗ്നീഷ്യം, 2 മഗ്നീഷ്യം. എത്ര മഗ്നീഷ്യം, 2 മഗ്നീഷ്യം. മഗ്നീഷ്യം റെഡിയായി. എത്ര ഓക്സിജൻ, 2 ഓക്സിജൻ. എത്ര ഓക്സിജൻ, 2 × 1 2 ഓക്സിജൻ. ശരിയല്ലേ. അപ്പോൾ അപ്പുറമുള്ള മഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും എണ്ണം എന്തായി, ഈക്വലായി. ക്ലിയർ ആയോ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഏത് ഭാഗത്താണോ കുറവ്, ആ കുറവുള്ള ഭാഗത്ത് എത്രയാണോ കുറവ് അതുകൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബുദ്ധിമുട്ടില്ലാലോ. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ. യെസ്, ഇതാ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. നോക്കാം. ലിസൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആരാണ്, സോഡിയം Na പ്ലസ് ആരാ, Cl2 ഗീവ്സ് ആരാ, NaCl. NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ NaCl ഉണ്ടാകുന്ന ഫോർമേഷൻ ആണ് തന്നത്. Na + Cl2 ഗീവ്സ് ആരാ, NaCl. നോക്കുക, ആദ്യം ആരാ നോക്കേണ്ടത്, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഓരോ ചെയ്യരുത്, ഒരവസാനത്തേക്ക് വെക്കുക. ഓക്കെ, ഇതിൽ ഹൈഡ്രജനും ഇല്ല, ഓക്സിജനും ഇല്ല. അപ്പോൾ ആര് വേണേൽ ചെയ്യാം. നോക്കിയാൽ സോഡിയം നോക്കിയോ, സോഡിയം എത്ര എണ്ണം ഉണ്ട്, ഒരു സോഡിയം ഉള്ളൂ. ശരിയല്ലേ. അപ്പുറം ഒരു സോഡിയം. അപ്പോൾ സോഡിയത്തിൻ്റെ എണ്ണം എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരാൾ ക്ലോറിൻ അല്ലേ. ക്ലോറിൻ ഇവിടെ എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പുറം 1 ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ആക്കണം, 2 ആക്കണം. അപ്പോൾ ഈ ഭാഗത്തല്ലേ കുറവുള്ളത്, കുറവ് എത്രയുള്ളത്, 2ൻ്റെ കുറവുള്ളത്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബുദ്ധിമുട്ടുണ്ടോ, ദാറ്റ്സ് ഓൾ. അപ്പോൾ മൾട്ടിപ്ലൈഡ് വിത്ത് 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എത്രയാ, 2 ആണ്. പക്ഷേ ഇവിടെ 2 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അത് ആര് കൂടിയും ബാധകമാണ്, സോഡിയത്തിനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ് അല്ലേ. അപ്പോൾ ക്ലോറിൻ 2 ആയപ്പോൾ സോഡിയം എത്രയായി, 2 ആയി. ശരിയല്ലേ. ഇവിടെ സോഡിയം എത്രയായിരുന്നു നേരത്തെ, 1 അല്ലേനോ, ഇപ്പോൾ എത്രയായി, 2 ആയി. 2 ആണെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ, 2. സോ ആൻസർ ഈസ് 2Na + Cl2 gives 2NaCl. ഓക്കെ, സംശയമുണ്ട് എണ്ണിയോക്ക്. എത്ര സോഡിയം, 2 സോഡിയം. എത്ര സോഡിയം, 2 സോഡിയം. ശരിയല്ലേ. എത്ര ക്ലോറിൻ, 2 ക്ലോറിൻ. എത്ര ക്ലോറിൻ, 2 × 1 2 ക്ലോറിൻ. ശരിയല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെ എണ്ണവും ക്ലോറിൻ്റെ എണ്ണം എന്തായി, ബാലൻസ്ഡ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതാ ആളാരാ, Na + O2 gives ആരാ, Na2O സോഡിയം ഓക്സൈഡ് ആണ്. ചെയ്ത് നോക്കാം. ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം എന്നല്ലേ പറഞ്ഞത്. ഓക്സിജൻ ഉണ്ടല്ലോ, മാറ്റി വെക്കുക. ആരെ ചെയ്യുക, സോഡിയത്തിന്. സോഡിയത്തിന് എത്ര ഉണ്ട്,
രണ്ട് ഒരു സോഡിയം അപ്പുറം രണ്ട് സോഡിയം അല്ലേ ഇവിടെ ഒരു സോഡിയം അവിടെ രണ്ട് സോഡിയം എവിടെയാ കുറവ് ഈ സൈഡാ കുറവ് അല്ലേ അപ്പോൾ ഇവിടെ എത്രയാക്കണം ഒന്നല്ലുള്ളത് എത്രയാക്കണം രണ്ടാക്കണം ഒന്നിനെ രണ്ടാക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം യെസ് മൾട്ടിപ്ലൈഡ് വിത്ത് 2 സോ കോഎഫിഷ്യന്റ് ഈസ് 2 ക്ലിയർ അപ്പോൾ രണ്ട് സോഡിയം ശരിയല്ലേ സോഡിയം റെഡി ഇനി അടുത്താരാ ഓക്സിജൻ ഇവിടെ എത്ര ഓക്സിജൻ രണ്ട് ഓക്സിജൻ ശ്രദ്ധിക്കണേ ഇവിടെ എത്ര ഓക്സിജൻ രണ്ട് ഓക്സിജൻ ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളൂ ഒരു ഓക്സിജൻ ഉള്ളൂ അപ്പോൾ എവിടെയാ കുറവ് ഇവിടെയാണോ കുറവ് ശരിയല്ലേ അല്ലേ ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ രണ്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയാക്കണം രണ്ടാക്കണം ഒന്നിനെ രണ്ടാക്കണമെങ്കിൽ ഇവിടെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ മൾട്ടിപ്ലൈഡ് വിത്ത് 2 ഓക്കെ അപ്പോൾ ഇവിടെ എത്ര ഓക്സിജനായി മക്കളെ 2 × 1 2 ഓക്സിജൻ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഈ രണ്ട് ആർക്കും ബാധക സോഡിയത്തിനും ബാധക അല്ലേ ഇപ്പോൾ ഇവിടെ എത്ര സോഡിയം ഉണ്ട് 2 സോഡിയം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടും കൂടി വന്ന് അപ്പോൾ 2 × 2 എത്രയാ പറ 4 സോഡിയായി ശരിയല്ലേ അപ്പോൾ 4 സോഡിയായി ഇവിടെ എത്ര സോഡിയം ഉള്ളൂ 2 സോഡിയം ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ എത്രയാക്കണം ഇവിടെ 4 ഇവിടെ 4 ആക്കണ്ടേ 4 ആക്കണമെങ്കിൽ ഇവിടെ ഇനി ഇവിടെ 2 എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല ഇവിടെ ഇത് മായ്ച്ചിട്ട് എത്ര ആക്കിയാൽ മതി 4 ആക്കിയാൽ മതി മനസ്സിലായോ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ എത്രയും 4n അല്ലേ 4n എന്ന് പറഞ്ഞാൽ 4 സോഡിയം 2 × 2 4 സോഡിയത്തിന് റെഡി അല്ലേ ഇനി ഓക്സിജൻ 2 × 1 2 അപ്പോൾ ആൻസർ എന്താ വരിക 4Na + O2 gives പറ 2Na2O എന്താ വരിക 4Na + O2 gives 2Na2O കിട്ടിയോ എളുപ്പല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ ഓക്കെ ആരാ H2 + O2 gives H2O അല്ലേ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ആരുണ്ടാവുന്നു വാട്ടർ ഫോം ചെയ്യുന്നു ചെക്ക് ചെയ്ത് നോക്കുക ഹൈഡ്രജനും ഓക്സിജനും രണ്ടാളുണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് മാറ്റി വെക്കാൻ പറയാറില്ലല്ലോ ഇതിൽ ആദ്യം ആരെ ചെയ്യാന്നറിയോ ഹൈഡ്രജനെ ചെയ്യാം ആദ്യം ആരെ ചെയ്യുക ഹൈഡ്രജൻ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുക ഓക്സിജൻ ആയിരിക്കും അതുകൊണ്ട് അവനെ അവസാനം എന്ത് ചെയ്താൽ മതി നമ്മൾ പരിഗണിച്ചാൽ മതി ഓക്കെ അപ്പോൾ ആദ്യം ഹൈഡ്രജൻ നോക്കുക എത്ര ഹൈഡ്രജൻ ഉണ്ട് 2 അപ്പുറം 2 അപ്പോൾ ഹൈഡ്രജൻ എന്താണ് സെയിം ആണ് ഇനി ആരെ നോക്കുക ഓക്സിജൻ എത്ര ഉണ്ട് 2 ഓക്സിജൻ അവിടെയോ പറ ഒന്നേ ഉള്ളൂ അല്ലേ ഒന്നാണെങ്കിൽ എത്രയാക്കണം രണ്ടാക്കണം ഒന്നിനെ രണ്ടാക്കണം എന്താ ചെയ്യാം യെസ് യു ഹാവ് ടു മൾട്ടിപ്ലൈഡ് വിത്ത് 2 അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടിയോ പക്ഷെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ആർക്കും ബാധകമാണ് ഹൈഡ്രജനോടെയും ബാധകമാണെന്ന് ഓർത്ത് വെക്കുക ഓക്കെ ഇപ്പോൾ എത്ര ഹൈഡ്രജനായി മക്കളെ 2 × 2 4 ഹൈഡ്രജനായി നേരത്തെ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ച സാധനമല്ലേ ഇപ്പോൾ എത്രയായി പോയി 4 ആയി പോയി ഇവിടെ എത്ര ആള് 2 ആള് അപ്പോൾ 2നെ എത്ര ആക്കണം 4 ആക്കണം 2നെ 4 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 കൊണ്ടാണോ അല്ല എത്ര കൊണ്ടാ 2 കൊണ്ട് അപ്പോൾ 2 × 2 4 2 × 2 4 ശരിയല്ലേ 2 റെഡി അല്ലേ അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണവും ഓക്സിജൻ്റെ എണ്ണവും സെയിം കിട്ടിയോ അപ്പോൾ ആൻസർ എന്താ 2H2 + O2 gives 2H2O ഓർത്ത് വെച്ചോട്ടോ 2H2 + O2 gives 2H2O ഇനി അവസാനത്തെ നോക്കിയേ വളരെ സിമ്പിളാണ് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലേ ആരൊക്കെയാ N2 + H2 gives NH3 ആരാ NH3 അമോണിയ NH3ന്റെ പേര് പഠിച്ചു വെച്ചോ എന്താ പേരെന്താ അമോണിയ പേരൊക്കെ പഠിച്ചു വെക്കുക അമോണിയ ഓക്കെ അമോണിയ ഉണ്ടാകുന്ന ആരൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് ഓക്കെ നോക്കുക ബാലൻസ് ചെയ്ത് നോക്കാം ലിസൺ നോക്കിയോ ആദ്യം ആരെ നോക്കണ്ടേ ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ ഹൈഡ്രജൻ അവിടെ വെക്കുക ചെയ്യണ്ട ആരെ നോക്കുക നൈട്രജൻ എത്ര നൈട്രജൻ 2 നൈട്രജൻ അപ്പുറം ഒന്നേ ഉള്ളൂ ശരിയല്ലേ അല്ലേ അപ്പോൾ ഇവിടെ 2 ഇവിടെ എത്രയാ 1 ഇവിടെ അല്ലേ കുറവ് എത്ര കൊണ്ട് ഗുണിക്കണം വി ഹാവ് ടു മൾട്ടിപ്ലൈഡ് വിത്ത് 2 സോ 2 × n 2i അപ്പോൾ ഇവിടെ 2 നൈട്രജൻ ഇവിടെ 2 നൈട്രജൻ ശരിയല്ലേ അല്ലേ ഇനി ആരെ നോക്കണം ഹൈഡ്രജൻ ഇവിടെ 2 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക അത് നൈട്രജനും ബാധകമാണ് ഹൈഡ്രജനും ബാധകമാണ് നോക്കിയ മക്കളെ 2 നൈട്രജൻ ഓൾറെഡി വിടാം അല്ലേ 2 നൈട്രജൻ വിടാം ശരി ഇനി ഹൈഡ്രജൻ നോക്കിയേ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് 2 ഹൈഡ്രജൻ ശരിയല്ലേ എന്നാൽ ഹൈഡ്രജൻ ഇവിടെ എത്രയാ 3 ആണോ അല്ല ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ അപ്പോൾ 2 × 3 എത്ര ഹൈഡ്രജനായി 6 ഹൈഡ്രജനായി ശരിയല്ലേ 2 × 3 എത്രയാ 6 ഹൈഡ്രജനായി ഇവിടെ എത്രയേ ഉള്ളൂ 2 ഉള്ളൂ അപ്പോൾ ഇവിടെ എത്ര ആക്കണം 6 ആക്കണ്ടേ 2നെ 6 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പറ 2നെ 6 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം യെസ് മൾട്ടിപ്ലൈഡ് വിത്ത് 3 സംശയമുണ്ടോ നോക്കിയേ 2 ശരിയല്ലേ 3 2 6 2 2 3 6 റെഡി അല്ലേ എളുപ്പല്ലേ അപ്പോൾ എന്താ വായിക്കുക പറ N2 + 3H2 എത്ര H2 3H2 എന്തുകൊണ്ടാണ് 3 വന്നത് മനസ്സിലാക്കിയോ ഇവിടെ 2 × 3 6 ആണ് അപ്പോൾ ഇവിടെ എത്ര ആക്കണം 3 × 2 6 ആക്കണം 3H2 gives 2NH3
എളുപ്പമല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ, ഇത് ഒന്നുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ബാലൻസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? Ca കാൽസ്യം പ്ലസ് O2 gives CaO. ഓക്കെ, രണ്ടാമത്തത് Al പ്ലസ് O2 gives Al2O3. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. Fe പ്ലസ് O2 gives Fe2O3. Fe അയൺ ആണ്, അയൺ ഇരുമ്പ്. ഓക്കെ, നാലാമത്തത് SO2 പ്ലസ് O2 gives SO3. ശ്രദ്ധിക്കണേ, ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യട്ടോ. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് Zn പ്ലസ് HCl gives ZnCl2 പ്ലസ് H2. ഈ അഞ്ചാമത്തെ വലിയൊരു ഇക്വേഷൻ ആയിട്ട് അല്ലേ, വലിയ ഇക്വേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട് കൂടുതലുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും എളുപ്പം ഇതാണ്. ഓക്കെ, അത് ഞാൻ ചെയ്തുതരാം. ശ്രദ്ധിച്ചോ, അഞ്ചാമത്തെ മാത്രം ഞാനൊന്ന് ചെയ്തുതരാം. ലിസൺ, ആദ്യം ആരൊക്കെയുള്ളത്? H ഉണ്ട്, Cl ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ 3 ആൾക്കാരുണ്ട്. സിങ്ക്, HCl, 3 ആൾക്കാർ. ഞാൻ എന്താ പറഞ്ഞത്? ഹൈഡ്രജനും ഓക്സിജൻ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മാറ്റി വെക്കുക. അപ്പോൾ ആദ്യം ആരെ ചെയ്യാം? സിങ്കിനെ നോക്കുക. സിങ്ക് എത്ര ഉണ്ട്? 1 ഉള്ളൂ. അപ്പുറം 1 ഉള്ളൂ. അപ്പോൾ സിങ്കിൻ്റെ എണ്ണം എന്താണ്? റെഡിയാണ്. ഇനി ആരെ നോക്കണം? ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ആരെ നോക്കണം? ക്ലോറിനെ നോക്കുക അല്ലേ. എത്ര ക്ലോറിനുള്ള മക്കളെ ഇടാം? 1 ക്ലോറിൻ. അപ്പുറം 2 ക്ലോറിൻ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 1ഉം അവിടെ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ അല്ലേ കുറവുള്ളത്? ഇവിടെ എത്ര കുറവുണ്ട്? 2 കുറവുണ്ട്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 2. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് ആർക്കും ബാധകമാണ്? ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. അപ്പോൾ ഇവിടെ എത്ര ക്ലോറിനായി? 2 ക്ലോറിൻ. ഇവിടെയോ 2 ക്ലോറിൻ. അപ്പോൾ ക്ലോറിനും കഴിഞ്ഞല്ലോ. അപ്പോൾ സിങ്കും കഴിഞ്ഞു, ക്ലോറിനും കഴിഞ്ഞു. ഇനി ആരാള്? ലാസ്റ്റ് ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? ഇവിടെ 2 ഡിഗ്രി. അപ്പോൾ 2 × 1 എത്രയായി? 2 ആയി. അപ്പുറം 2 ഓൾറെഡി ഉണ്ട് അല്ലേ. നമ്മൾ ക്ലോറിൻ ബാലൻസ് ചെയ്യാൻ എഴുതിയതാണ് ആര്? ഈ 2. അപ്പോഴേ ആരോടും ബാലൻസ് ചെയ്യപ്പെട്ടു? ഹൈഡ്രജനോടെയും ബാലൻസ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഹൈഡ്രജനെ മാറ്റി വെക്കാൻ പറയുന്നത്. നമ്മൾ ചെയ്യാതെ തന്നെ മറ്റൊരാൾ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? ബാലൻസ്ഡ് ആയി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആകെ നിങ്ങളൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ 2 ഇട്ടെടുത്ത്. അപ്പോൾ ഇക്വേഷൻ വലുതാണെങ്കിലും കണ്ടിട്ട് പേടിച്ചുകൊണ്ട, ഓരോന്നായിട്ട് എന്ത് ചെയ്താൽ മതി? 1 by 1 ആയിട്ട് എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ലാലോ? ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ 4 എന്ത് ചെയ്യുക? ചെയ്ത് പേഴ്സണലായിട്ട് എന്ത് ചെയ്താൽ മതി? വാട്സപ്പ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ ദ ടൈം ബീങ് ആൻഡ് ബൈ ഫ്രം